ഇന്ന് നമുക്ക് ചിത്തിരപ്പൂക്കൾ ഇട്ടാലോ? ഇപ്പം മുറ്റത്ത് ഒരു വണ്ടി കിടക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന ഒരു വണ്ടിയാണ് പണിയാൻ വേണ്ടി. അപ്പം ഇന്നലെ കുറച്ച് ദിവസം നല്ല വെയിൽ തന്നപ്പോൾ തന്നെ ഇന്നലെ വൈകിട്ട് നല്ലൊരു മഴയായിരുന്നു. മഴ നനഞ്ഞു വരാതിരിക്കാൻ വേണ്ടി ഏട്ടൻ വണ്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ മുറ്റത്തിട്ടതുകൊണ്ട് നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഏട്ടനാണ് ഈ വണ്ടിയെല്ലാം മാറ്റി തന്നു തറ ഒന്നുകൂടെ ഒന്ന് മെഴുകി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് മുക്കുറ്റിപ്പൂവാണ് വേണ്ടത്, മഞ്ഞ നിറത്തിലുള്ള. അപ്പം മഞ്ഞ നിറത്തിലുള്ള ആ മുക്കുറ്റിപ്പൂ കിട്ടാത്തത് കൊണ്ട് ആ ഒരു മഞ്ഞ കളറിനായിട്ട് ഇതുപോലെ മങ്ങ നിറ പൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുമ്പപ്പൂവും ആവശ്യമുള്ളതായതുകൊണ്ട് അതിന് പകരമായിട്ട് നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിരുന്നു. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളെ വിളിക്കാൻ വേണ്ടി പറ്റിയില്ല. എണീറ്റ് വന്നപ്പോഴേ എന്നോട് ചോദിച്ചു, അമ്മ തന്നെ പൂ ഇട്ടോ എന്ന് ചോദിച്ചിട്ട് മിടങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവളെ കുളിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കുഞ്ഞിൻ്റെ പേരപ്പം വാങ്ങിക്കൊടുത്താണ് ഈ ഒരു ഉടുപ്പ് കേട്ടോ. ഇന്നലെ ഇതിട്ടാണ് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉറക്കത്തിന് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഈ ഉടുപ്പ് വേണമെന്നാണ് ബഹളമായിരുന്നു കേട്ടോ. അത്തപ്പൂക്കളം ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സമയത്തുള്ള ആ ഒരു സന്തോഷമാണിത്. തല കറങ്ങുന്നെന്ന് പറഞ്ഞ് നിൽക്കുവാണേ. ഇപ്പം എങ്ങനുണ്ട്? വട്ടം കറങ്ങിയോണ്ടാണോ? ആരാ മോനെ അത്തപ്പൂ ഇട്ടേ? അമ്മയാണോ? തുമ്പപ്പെണ്ണല്ലേ അത്തപ്പൂ ഇട്ടേ? ആണോ? ആരാ കുഞ്ഞിന് ഈ ഉടുപ്പ് മേടിച്ചു തന്നേ? വലിയച്ചാച്ചനോ? അത്തപ്പൂക്കളത്തിന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളം ചവിട്ടിപ്പിച്ച് കളഞ്ഞു. എന്തിനാ കളഞ്ഞെന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇത്. ചുമ്മാതെയോ? അതവിടെ ഇരുന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബായ്.